നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തേക്ക് കടക്കാൻ ഏറെ പ്രതിസന്ധി നേരിടുന്നത് കുവൈറ്റിലേക്ക് പോകുന്ന പ്രവാസികൾ തന്നെയാണ്. ദുബായ് വഴി ഇത്തരത്തിൽ കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 2 ലക്ഷത്തിലധികം രൂപയാണ് ഇതിന് ചിലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം കടുത്ത പ്രതിസന്ധിയിലാണ് പ്രവാസികൾ. എന്നാൽ നിർണായക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് കുവൈറ്റ് അധികൃതരിൽ നിന്ന്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന വിലക്ക് നീക്കുന്നതിന് വിമാന കമ്പനികൾ സമർപ്പിച്ച പദ്ധതി പഠിക്കുമെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അസബാഹ് വ്യക്തമാക്കുകയുണ്ടായി. പദ്ധതി സംബന്ധിച്ച് കുവൈറ്റിലെ ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസിന്റെ സ്വകാര്യ എയർലൈനായ ജസീറയുടെയും പ്രതിനിധികൾ വ്യാഴാഴ്ച ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതാണ് റിപ്പോർട്ട്. കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കുന്ന തരത്തിൽ സർവീസുകൾ പുനരാരംഭിക്കുന്നതിനാണ് വിമാന കമ്പനികൾ കർമ്മ പദ്ധതി സമർപ്പിച്ചത്. എല്ലാ വശങ്ങളും വിശദമായി പഠിച്ച ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കുവൈറ്റ് എയർവേസ് അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നതിന് വിവിധ നിർദ്ദേശങ്ങളാണ് കമ്പനികൾ മുന്നോട്ട് വച്ചത്. കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങളെ ഹൈ റിസ്ക് എന്നും ലോ റിസ്ക് എന്നും രണ്ടായി തിരിക്കണം. അങ്ങനെ റിസ്ക് കൂടിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പും കുവൈറ്റിൽ എത്തിയ ശേഷവും നിരീക്ഷണ കാലം കഴിഞ്ഞ ശേഷവും PCR പരിശോധന നിർബന്ധമാക്കിയിരിക്കണം. ലോ റിസ്ക് വിഭാഗത്തിലെ യാത്രക്കാർക്ക് പുറപ്പെടുന്നതിന് മുമ്പും വിമാനമിറങ്ങിയതിനു ശേഷവും പരിശോധിച്ചാൽ മതിയാകുന്നതായിരിക്കും. പരിശോധനയുടെയും ക്വാറന്റീന്റെയും ചെലവ് യാത്രക്കാർ സ്വയം വഹിക്കണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങളായി കുവൈറ്റ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കുള്ള സംവിധാനം എയർലൈനുകൾ തന്നെ ഒരുക്കുമെന്നും അറിയിച്ചിരുന്നു. നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ നാട്ടിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. ഇപ്പോൾ UAE, തുർക്കി, എത്യോപ്യ തുടങ്ങിയ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 2 ആഴ്ച താമസിച്ചാണ് 34 രാജ്യങ്ങളിൽ നിന്നുള്ളവർ കുവൈറ്റിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനായി ഇവർ മുടക്കേണ്ടി വരുന്നതോ ലക്ഷങ്ങളാണ്. ദുബായ് വഴിയാണ് ഒട്ടുമിക്കവരും ആശ്രയിച്ചു വരുന്നത്. എന്നാൽ സഞ്ചാരികളുടെ തിരക്ക് കൂടിയതിനാൽ 3 ഇരട്ടിയിലധികമാണ് ടിക്കറ്റ് തുകയ്ക്കായി ഈടാക്കി വരുന്നത്. ഇതുകൂടാതെ ക്വാറന്റീൻ ചെലവുകളും PCR ടെസ്റ്റിന്റെ ചെലവുകളും വേറെ ആയതിനാൽ തന്നെ കുവൈറ്റിൽ നിന്ന് ഒരു അനുകൂല സന്ദേശത്തിനായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.